go. I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. Yeah, I'm tired of shit, and the coffee ain't hit yet, damn ain't that great. I don't wanna go to work, cause my boss is a jerk, and I'm not even that paid. I need a change in my life, cause I don't feel alive, and there's nothing that makes me happy. Hold my beer for a minute, I'm about to quit my job, cash in for a ticket. ഹായ് ഹലോ ഗൈസ്, നമസ്കാരം. ടിക്ടോക്കേഴ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഒലയുടെ ഷോറൂമിലാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നതാണ് ഒല S1 എയർ എന്ന് പറയുന്ന മോഡൽ. അതാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അപ്പോൾ പലർക്കുള്ളൊരു സംശയമാണ്, ഒല S1 എയർ എടുക്കണോ ഒല S1 പ്രോ എടുക്കണോ, രണ്ടിലും തമ്മിൽ എന്താ വ്യത്യാസം, ഏതെടുക്കണം എന്നുള്ളത് അല്ലേ. ഒല S1 പ്രോ Gen 2 എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ് അവർ ഇനി ഇറക്കാൻ പോകുന്നത്. നമ്മൾ പഴയൊരു മോഡലുണ്ടല്ലോ, നമ്മൾ ഈ കണ്ട് ശീലിച്ചൊരു മോഡലുണ്ട്, അതാണ് S1 പ്രോയിൽ നമ്മൾ കണ്ട് ശീലിച്ചൊരു മോഡലാണ് ഈ ഇരിക്കുന്നത്. ഈ ഒരു മോഡൽ ഇനി ഉണ്ടാവില്ല, അവർ ബുക്കിംഗ് നിർത്തി. S1 പ്രോ Gen 2ഉം S1 പ്രോയിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ എന്നുള്ളതാണ് കൂടുതലും പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ S1 എയറിലേക്ക് നിങ്ങൾക്ക് മാറാവുന്നതാണ്. അപ്പോൾ രണ്ടിനും തമ്മിലുള്ള വില എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്, അല്ലാതെ അതിൽ എന്തൊക്കെയാണ് മൊത്തത്തിൽ കാഴ്ചപ്പാടിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് എന്നീ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഡിസൈനിങ്ങിലാണ്. ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ S1 പ്രോ Gen 2ൽ വരുന്ന മാറ്റങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. Gen 2 വണ്ടി ഇപ്പോൾ അവൈലബിൾ അല്ല, ബുക്കിംഗ് എടുത്തു തുടങ്ങുന്നേ ഉള്ളൂ, അത് നിലവിൽ കിട്ടി തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ പഴയ S1 പ്രോ വെച്ച് തന്നെ നമ്മളൊരു കമ്പാരിസൺ വീഡിയോ ചെയ്യുകയാണ്, എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും വരാൻ പോകുന്നതെന്നുള്ളത്. അതുപോലെ S1 പ്രോ Gen 2ൽ വരുന്ന ഷോക്കിൽ തന്നെയാണ് ആദ്യത്തെ വ്യത്യാസം വരുന്നത്. ഷോക്ക് S1 എയറിൻ്റെ പോലെ ആയിരിക്കും, ഈ ഡ്യുവൽ ഷോക്കായിരിക്കും വരുന്നത്, അതായത് ടെലസ്കോപ്പിക് സസ്പെൻഷൻ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ നേരത്തെ നമുക്ക് ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ്, ഈ സിംഗിൾ മോണോഷോക്ക് സസ്പെൻഷൻ ആയത് കാരണം അതിൽ ഒടിഞ്ഞു പോകും. അത്തരം പേടികൾ ഇനി അടുത്ത Gen 2ൽ വേണ്ട. പിന്നെ ഈ അലോയ്സ് ഇതുപോലെ തന്നെ ആയിരിക്കും, ഡിസ്ക് ബ്രേക്ക് ഉണ്ടാവും. S1 പ്രോയുടെ കാര്യമുണ്ടോ നമ്മൾ പറയുന്നത്, ഇതെല്ലാം അതേപോലെ ഉണ്ടാവും. പിന്നെ ഫ്രണ്ടിലേക്ക് വരുവാന്നുണ്ടെങ്കിൽ ഈ പോക്കറ്റ് സൈസ് കണ്ടോ, ഈ പോക്കറ്റ് സൈസ് ഈ ചെറുതാണ് ശരിക്കും പഴയ S1 പ്രോയിലുള്ളത്. ഇനി വരുമ്പോൾ ഈ ഒരു മോഡലിലേക്ക് ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്, ഇതല്ല കുറച്ചും കൂടി വിട്ടായിട്ടുള്ള രീതിയിൽ നമുക്ക് അടുത്തതിൽ കിട്ടും. അതുപോലെ തന്നെ S1 എയറിലുണ്ടായിരുന്ന പോലെ തന്നെ ഈ ഒരു ഫ്ലാറ്റ് ഫുഡ് റെസ്റ്റ് ഇനിയുള്ള മോഡലിൽ എല്ലാത്തിലും അവൈലബിൾ ആയിരിക്കും. ആ ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. അത് തന്നെയാണ് S1 പ്രോ കൂടുതൽ അട്രാക്ഷൻ ആയിട്ടുള്ളത്. കാരണം ഈ ഒരു ഹമ്പ് കൊണ്ടുള്ളൊരു പ്രശ്നം ഇനി ഉണ്ടാവില്ല, ആ ഒരു പ്രശ്നം തീർന്നു കിട്ടും. ബാക്കിലേക്ക് വരുവാന്നുണ്ടെങ്കിൽ ബെൽ ഡ്രിവൺ തന്നെ ആയിരിക്കും, ആ കാര്യങ്ങളൊന്നും വ്യത്യാസമില്ല. ബെൽ ഡ്രിവൺ ആയിരിക്കും, ഡിസ്ക് ബ്രേക്ക് ആയിരിക്കും, അലോയ് ആയിരിക്കും. കുറച്ചും കൂടി ഇൻറ്റേർണലി അതേ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വില വരുന്നത് S1 പ്രോ Gen 2ൽ വരുന്നത് 1,47,000 രൂപയാണ്. അത് എക്സ് ഷോറൂം പ്രൈസാണ്. പിന്നെ നമുക്ക് മൈലേജിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി അവർ കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. കാരണം നേരത്തെ മോഡലിൽ 181 അങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് സർട്ടിഫൈഡ് റേഞ്ച്. പക്ഷേ ഇപ്പോൾ അത് 191 ആക്കിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ഷാസി മാറിയത് കൊണ്ട് തന്നെ വെയിറ്റിൽ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റേഞ്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു 10 കിലോമീറ്ററോളം അധികം റേഞ്ച് അവർ പറയുന്നുണ്ട്. കൺട്രോൾ യൂണിറ്റിലും മോട്ടറിലും എന്തൊക്കെയോ മാറ്റങ്ങൾ ഇവർ വരുത്തിയിട്ടുണ്ട്. അത്രയും ടോപ്പ് സ്പീഡ് പറയുന്നത് 120 കിലോമീറ്ററാണ്. അതായത് Gen 1-നേലും ടോപ്പ് സ്പീഡ് കുറച്ച് കൂടിയിട്ടുണ്ട്. വേറെ നല്ല വെയിറ്റിലുള്ള വ്യത്യാസം കൊണ്ടിട്ടാണ് ടോപ്പ് സ്പീഡിൽ ഒരു വേരിയേഷൻ വരുന്നത്. കൂടാതെ ഇതിലിപ്പോൾ നമുക്ക് ചാർജിങ്ങിൻ്റെ ടൈം ഏകദേശം 6.5 മണിക്കൂറാണ് ചാർജിങ്ങിൻ്റെ ടൈം വരുന്നത്. ഇപ്പോൾ നമുക്ക് പറയുന്നത് ഒല S1 പ്രോ Gen 2-നെ സവിശേഷതകളാണ്. ഏകദേശം 1,47,000 രൂപയാണ് വണ്ടിയുടെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. ഇതിലൂടെ കൂടി തന്നെ നമുക്ക് ടാക്സ്, ഇൻഷുറൻസ്, രജിസ്ട്രേഷൻ ഇത്തരം പ്രൈസുകളെല്ലാം ആഡ് ചെയ്ത് വരുന്നതാണ്. 120 കിലോമീറ്ററിൻ്റെ ടോപ്പ് സ്പീഡാണ് വണ്ടിക്കുള്ളത്. 195 കിലോമീറ്ററിൻ്റെ സർട്ടിഫൈഡ് റേഞ്ച് അവർ പറയുന്നുണ്ട്. ഇത്തരം മാറ്റങ്ങളെല്ലാം വരാൻ കാരണം തന്നെ ഈ വെയിറ്റിലുള്ള വ്യത്യാസമാണ്. ഒരുപാട് വെയിറ്റിൽ അവർ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പഴയ Gen 1-നേലും സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ലോസ് കുറച്ച് വന്നിട്ടുണ്ട്. Gen 2ൽ 11 കിലോ വാട്ടിൻ്റെ സ്പീക്ക് പവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു സ്പീഡിൽ പോകാൻ വണ്ടിക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് 120 കിലോമീറ്ററിൻ്റെ ടോപ്പ് സ്പീഡ് പറഞ്ഞിരിക്കുന്നത്. S1 എയറിലേക്ക് വരുവാന്നുണ്ടെങ്കിൽ 151 കിലോമീറ്റർ റേഞ്ചാണ് അവർ പറയുന്നത്. ഈ കിലോമീറ്റർ റേഞ്ചിൻ്റെ ഒരു വ്യത്യാസമുണ്ട്, അതായത് S1 പ്രോയും എയറും തമ്മിൽ കിലോമീറ്റർ റേഞ്ചിൻ്റെ വ്യത്യാസമുണ്ട്. അതുപോലെ ചാർജിങ് ടൈം അത്രയും തന്നെ എടുക്കുന്നില്ല, 5 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ റേഞ്ച് കൂടുതൽ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ S1 പ്രോ നോക്കാവുന്നതാണ്. റേഞ്ച് അല്പം കുറച്ച് മതി, പ്രൈസും കുറച്ച് മതി എന്നുണ്ടെങ്കിൽ S1 എയർ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ്. പിന്നെ Gen 2 നമ്മളും വെയിറ്റിംഗ് ആണ്. വണ്ടി കയ്യിൽ കിട്ടിയാൽ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത വീഡിയോകളിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്.
ഇതാണ് നമ്മുടെ ഒരു കൊച്ചു വീഡിയോ. അതായത് ഓല S1 Gen 2 എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്നുള്ളതാണ് നമ്മുടെ ചെറിയൊരു അറിവ് വെച്ചാണ് നിങ്ങളോട് ഷെയർ ചെയ്തത്. വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, ഈ എൻ്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത് ശരിക്കും പറയാൻ പഴയ വേർഷനാണ്. അതായത് ഓല S1 Pro Gen 1 ആണ്. ഈ Gen 1 ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട്. നമുക്ക് വണ്ടി കയ്യിൽ കിട്ടിയാലേ Gen 2 എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ വെബ്സൈറ്റിൽ നിന്ന് സെർച്ച് ചെയ്ത കാര്യങ്ങളാണ്. അതായത് നമുക്ക് തോന്നുന്നത് വെച്ചാൽ S1 Air അവർ മുൻകൂട്ടി ഒരു ഇറക്കിയിരിക്കുന്നതാണ്. കാരണം ഇത്തരം മാറ്റങ്ങളായിരിക്കും Gen 2 പ്രതീക്ഷിക്കാവുന്നത് എന്നുള്ളതാണ് അവർ അനൗൺസ് ചെയ്തേക്കുന്നത്. മെയിൻ കാഴ്ചയിൽ വരുന്നത് ടെലസ്കോപ്പിക് സസ്പെൻഷനും ആ ഹമ്പ് എടുത്ത് മാറ്റിയിട്ടുണ്ട്, ഗ്രാബ് റെയിൽ, ഇത്തരം കാര്യങ്ങളാണ് മെയിൻ. പിന്നെ ഹബ് മോട്ടറിന് അവിടെ ഹബ് മോട്ടർ ആയതുകൊണ്ട് അതിൽ ഷാസി നമുക്ക് സിംഗാങ്ങ് കാണാവുന്ന രീതിയിലാണ്. ഇനി S1 Gen 2 S1 Proയിൽ നമുക്ക് ബെൽ ഡ്രിവൻ തന്നെയാണെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതിൽ ഈ ഒരു കവറിങ്ങും കാര്യങ്ങളും ഇതുപോലെ തന്നെ വരുന്നതാണ്. നമുക്ക് വണ്ടി കയ്യിൽ കിട്ടിയാലേ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ വണ്ടി കയ്യിൽ കിട്ടുന്ന അല്ലെങ്കിൽ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ കണ്ടതിന് വളരെ താങ്ക്സ്. എൻ്റെ കൂടെ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്ന ശരത്താണ്. നമ്മുടെ വീഡിയോ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.